ഇന്ന് ഞങ്ങളൊരു പുതിയ കാട്ട് വിഭവം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടടുത്ത പറമ്പിൽ തോല് വെട്ടിയപ്പോഴാണ് ഒരു പരിവള്ളി, അതിൻ്റെ ഒരു കായുണ്ട്, പരിക്കുരു എന്നാണ് പറയുന്നത്, ആ സാധനം കാണാനിടയായത്. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ഉമ്മ പറഞ്ഞത് ഇതുപയോഗിച്ചിട്ട് നല്ല സ്വാദുള്ള ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് രണ്ടാമത് വീണ്ടും അതിനപ്പുറത്തുള്ള ഒരു തൊടിയിൽ പോയിട്ട് ഈ പരിവള്ളി പറിച്ചെടുത്തിട്ട് അതിൽ നിന്നുള്ള കായ പെറുക്കുകയാണ്. ഈ പരിവള്ളി സാധാരണ ഈ തടിമരങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മാവുമ്മലൊക്കെ ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു തരം വള്ളിയാണിതുള്ളത്. അത് സത്യത്തിൽ അതിൻ്റെ വേരുകൾ വരെ മരത്തുമ്മലാണ് ഇത് പിടിച്ചു നിർത്തിയിട്ട് ഉണ്ടാവുന്നൊരു ഇതാണ്. എല്ലാ വർഷവും ഇതേപോലെ ജൂൺ ജൂലൈ ആകുമ്പോൾ ഇതുപോലെ നല്ല കായ ഉണ്ടാവും. കിളികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കായയാണ്. ശരിക്കിത് നല്ലോണം പഴുക്കുമ്പോഴാണ് ചുവപ്പ് കളറാവുന്നത്. അതിന് തൊട്ട് മുമ്പ് പറിച്ചെടുത്താലാണ് ഒന്നുകൂടിയും കൂട്ടാൻ ഉണ്ടാക്കാൻ കുറച്ചുകൂടി സൗകര്യം. എന്തായാലും ഈ കുരു മാത്രം പറിച്ചെടുത്തിട്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓരോന്നോരോന്ന് ആയിട്ട് വേർതിരിച്ചെടുക്കുകയുണ്ടത്. എന്നിട്ട് അതിൻ്റെ കമ്പുകളും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഈ കായ മാത്രം എടുത്തു വെക്കുകയാണ്. ശരിക്കും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജംസ് മുട്ടായി പോലെ തോന്നുന്ന ഒരു തരം കായയാണ് ഇത്. സത്യത്തിൽ ആ പച്ച കളറ് കാണുന്നില്ലേ, ആ പച്ച കളറ് അതുപോലെ ചെറിയ ഓറഞ്ച് നിറമാകുമ്പോഴേക്ക് പറിച്ചാൽ കൈകാര്യം ചെയ്യാനൊക്കെ ഒന്നുകൂടി എളുപ്പമാണ്. പക്ഷേ അത് പഴുത്തു എന്ന് കരുതി കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ കൂട്ടാൻ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള വിത്ത് പോലത്തെ കായയാണുള്ളത്. നന്നായി വേവേണ്ട ഒരു ഐറ്റമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചു. ഏകദേശം ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടുള്ളുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകുക. ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. കാരണം മരത്തിൻ്റെ നല്ല മുകളിലായിരിക്കും പൊതുവെ ഇതിൻ്റെ വള്ളിയും ഇതിന്മേൽ കായൊക്കെ ഉണ്ടാവുക. എന്നാൽ ഞങ്ങളിത് അത്യാവശ്യം ഒരു തോട്ടി ഉപയോഗിച്ച് അത്യാവശ്യം താഴെയുള്ളതൊക്കെ എടുത്ത് പറിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഇത്ര ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം കഴുകിയത് നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തിട്ടിട്ട് നന്നായി വേവിക്കണം. അത്യാവശ്യം നല്ല വേവുള്ള ഐറ്റമാണ്. ഏകദേശം ഇറച്ചിയൊക്കെ വേവിക്കുന്ന പോലെ കുറേ സമയം നമ്മൾ കുക്കറിൽ വേവിക്കണം. കുറച്ച് മല്ലിപ്പൊടി മാത്രമേ തൽക്കാലം ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം ആണ് കുക്കർ തുറന്നതിന് ശേഷം കുറച്ച് മസാലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി കുറുക്കിയെടുത്ത് വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് കുറുക്കിയെടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഉള്ളി, തക്കാളി, മറ്റു മസാലകളൊക്കെ ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് എടുക്കണം. അതിലേക്ക് ഈ വെന്ത പരിക്കുരു കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഭവം തയ്യാറായി. ശരിക്ക് നല്ല ടേസ്റ്റുള്ള, പ്രത്യേകിച്ചത് നമ്മൾ കടിക്കുമ്പോഴേ അതിങ്ങനെ ശരിക്കും ഫീൽ ചെയ്യും. ഒരു പച്ച പട്ടാണിക്കടലയുടെയൊക്കെ ചെറിയ വലിയ വേവില്ലാത്ത രീതിയിൽ നമ്മൾ കറി വെച്ചാൽ ഓരോ പ്രാവശ്യം കടിക്കുമ്പോഴും നമുക്കത് ആ ഫീല് കിട്ടും. അതുപോലത്തെ ഒരു ടൈപ്പ് കുരുവാണ്. ഒരിക്കലും എത്ര വെന്ത് കഴിഞ്ഞാൽ പോലും ഇത് അലിഞ്ഞു പോവില്ല. അപ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാം. എന്നിട്ട് നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ കറിയും പിന്നെ ഉപ്പേരിയായിട്ട് ഈ പരിക്കുരിയുടെ ഉപ്പേരിയും കൂടിയും ചേർത്തിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അടുത്ത തൊടിയിലൊക്കെ ഉണ്ടാവും. ഇത് പറിച്ചെടുത്തിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കുക. ഓക്കെ, താങ്ക് യു.